ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ സൗദി അറേബ്യ, UAE രണ്ട് രാജ്യങ്ങളും ഈ ഗാസയിൽ ഗാസ പീസ് സമ്മിറ്റ് നടത്തിക്കൊണ്ട് ഗാസയ്ക്കുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ രാജ്യങ്ങളെ അതിനകത്ത് കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ UAEയും സൗദി അറേബ്യയും ഇപ്പം അതിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് ഗാസയിൽ ഒരു സമാധാനം ഉണ്ടായതായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് തുർക്കിയാണെങ്കിൽ എഫക്റ്റീവായിട്ട് ഗാസയ്ക്കുള്ളിൽ അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി നിൽക്കുകയാണ്. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇതിനകത്ത് ഈ 200 പേര് ട്രാപ്പിലായി കിടക്കുന്നുണ്ടല്ലോ. ഈ ട്രാപ്പിലായി കിടക്കുന്ന 200 പേരെയും സിവിലിയൻസ് ആണ് എന്നാണ് എർദോഗൻ്റെ വാദം, തായ്യബ് എർദോഗൻ്റെ വാദം. അപ്പോൾ അതേസമയം ഹമാസ് ആണെങ്കിൽ ഓൾറെഡി പറഞ്ഞിരിക്കുകയാണ്, ഇല്ലല്ല അത് സിവിലിയൻസ് അല്ല, അത് ഞങ്ങളുടെ ഹമാസ് പോരാളികളാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി തുർക്കിയിൽ തായ്യബ് എർദോഗനും ഹമാസിൻ്റെ നേതൃത്വ നിരയും തമ്മിലുള്ള തർക്കം മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, സിവിലിയൻസ് എന്നുള്ള പേര് പറഞ്ഞിട്ട് അവരെ എങ്ങനെയെങ്കിലും റെസ്ക്യൂ ചെയ്തെടുക്കാമെന്നാണ് തായ്യബ് എർദോഗൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നടക്കില്ലല്ലോ. ഇസ്രായേൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാസയ്ക്കുള്ളിൽ തുടരെ ആക്രമണങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിറിയയുമായിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ, സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് ഹുസൈൻ അൽ ഷാര അമേരിക്കയിലുള്ള സമയത്ത് തന്നെയാണ് സിറിയയ്ക്കുള്ളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും IS ഭീകരർക്കെതിരെയുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതായത് പുള്ളിക്കാരൻ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നു, ഇവിടെ ആക്രമണങ്ങൾ സിറിയയ്ക്കുള്ളിൽ നടത്തുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു തീവ്രവാദ സംഘടനയ്ക്കും ഇപ്പം സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാര ഇതേപോലെ ISന്റെ ആ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിൽ നിന്നും പുള്ളിക്കൊരു ആശയമുണ്ടായി. അതായത് സിറിയയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആശയത്തിൽ നിന്നും രൂപം കൊടുത്തതാണ് ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന. ആദ്യം ISISുമായിട്ട് വേർപിരിഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടാക്കിയതാണ് ജബാത്ത് അൽ നുസ്ര എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് സിറിയയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സിറിയയെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരവസ്ഥയിൽ രൂപം കൊടുത്തതാണ് HTS. അപ്പം അങ്ങനെ ആശയങ്ങൾക്ക് മാറ്റം വരുമ്പോഴത്തേക്കും പുതിയ സംഘടനകളായിട്ട് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഈ തീവ്രവാദ സംഘടനകൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു പേരിൽ ഇത് നിലനിൽക്കാത്തതും പല പേരുകളായിട്ട് ഇത് മാറിയും തിരിഞ്ഞും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഈ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ള സാഹചര്യം വരുമ്പോഴത്തേക്കും സിറിയയ്ക്കുള്ളിൽ തന്നെ ഈ HTS മാത്രമല്ല, ഈ HTSനോടൊപ്പം പല വിവിധ സംഘടനകളുണ്ട്. ഇവരെല്ലാം തന്നെയും ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഈ ഫണ്ടമെൻ്റൽ ആശയമുണ്ട്, മതപരമായിട്ടുള്ള നിലപാട്. അപ്പോൾ ഈ മതപരമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ യഹൂദിനെതിരെ നിലപാടെടുക്കുക, അമേരിക്കയ്ക്കെതിരെ നിൽക്കുക, പാശ്ചാത്യ ശക്തികൾക്കെതിരെ നിലപാടെടുക്കുക, ഒരു മോഡേൺ ന്യൂ ഡെമോക്രറ്റിക് എന്നുള്ള രീതിയിലുള്ള ഒരു മുഖച്ഛായ അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായ കൊണ്ടുവന്നുകൊണ്ട് അതിലൂടെ ഈ മതം എങ്ങനെയെങ്കിലും സ്പ്രെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക, ഈ ആശയത്തിൽ ഊന്നി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ നിലപാട്. അതാണ് ഇവരുടെ ബേസിക് ഫണ്ടമെന്റലിസം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ, ഇപ്പം അഹമ്മദ് അൽ ഷാര എങ്ങനെയാണ് ഈ ഒപ്പമുള്ള സംഘടനകളെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നത്, അതിലായിരിക്കും പുള്ളിയുടെ വിജയം. കാരണം ഇപ്പോൾ അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടൊക്കെ ഒത്തുചേർന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിൽ തന്നെ ഈ ഒരു HTSുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ ഒരു ഭരണകൂടമുണ്ടല്ലോ, ആ ഭരണകൂടം തന്നെ ചിന്നിച്ചിതറി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയുമായിട്ട് ഒരു സൈഡിൽ ബന്ധം സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലുമായിട്ട് ഇപ്പോൾ നിലവിൽ ചർച്ച വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്, ഇല്ലാതില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിലവിൽ ഇസ്രായേലുമായിട്ട് സംസാരിക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഞാൻ ഇതിനു മുമ്പ് ഇൻസൈറ്റ്സ് മലയാളം ഗ്ലോബൽ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർത്തയും കൂടി കാണാൻ കഴിയുന്നതാണ്. ഇസ്രായേൽ ഈ സിറിയയുടെയും അമേരിക്കയുടെയും ചർച്ചയെ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് നോക്കിക്കാണേണ്ടത് സിറിയ അമേരിക്കയുമായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ ഈ ഗോലാൻ ഹൈറ്റ്സ് ഭാഗത്തായാലും ശരി തന്നെ, അതേപോലെ തന്നെ ഇറാനും ലെബനാനും ഇടയ്ക്ക് ഈ ആയുധക്കടത്ത് നടത്തുന്നുണ്ടല്ലോ, ഈ ആയുധക്കടത്ത് തടയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഈ സിറിയ അമേരിക്ക ബന്ധം. സിറിയയുടെ ഉള്ളിലൂടെയാണ് ലെബനാൻ്റെ ഉള്ളിലുള്ള ഹെസ്ബുള്ള തീവ്രവാദികൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നത് ഇറാൻ. അപ്പോൾ അതിലേക്ക് ഈ സൈഡിലേക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അപ്പുറത്തെ മെഡിറ്ററേനിയൻ ഏരിയയിലൂടെ ഏതെങ്കിലും ട്രാൻസ്പോർട്ടേഷൻസ് ആയുധങ്ങളൊക്കെ ലെബനാൻ്റെ ഉള്ളിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മോണിറ്റർ ചെയ്യും. ഇപ്പോൾ സിറിയ സെക്യൂർ ആയി കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ എളുപ്പമാകും കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ ഗോലാൻ ഹൈറ്റ്സിൻ്റെ അപ്പുറത്ത് അവകാശവാദം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇത്രയും സ്ഥലങ്ങൾ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയ കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇന്ന് അമേരിക്കയിൽ അഹമ്മദ് അൽ ഷാര സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനോട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഇച്ചിരി സമാധാനപ്പെടൂ, എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അവരതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും.
ഇല്ല കസറ്റിൽ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അതും അവർ ചെയ്യും, അതിനും അവർക്ക് പ്രാപ്തിയുണ്ട്. അഹമ്മദ് അൽ ഷറയ്ക്ക് സ്ഥലങ്ങൾ കൊടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ അഹമ്മദ് അൽ ഷറയുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട്, പല പല സംഘടനകളുണ്ട്. അപ്പം ഇവർക്കൊന്നും ഇത് കൊടുക്കുന്നതിൽ താല്പര്യമില്ല. കാരണം ഈ അസുവൈദ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഒരു പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും സിറിയ, ഇറാഖ് ഉൾപ്പെടെയുള്ള സ്ഥലത്തു നിന്നുള്ള തീവ്രവാദികൾ കംപ്ലീറ്റ് ലോറിയും പിടിച്ച് അവിടെ വന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം ഇസ്രായേലിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വീണ്ടും ഒരു കലാപം തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അഹമ്മദ് അൽ ഷാര അതിന് തുനിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് സ്ലോലി ഗ്രാജുവലി ഒരു ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ട് തന്നെ ഇത് നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലിന് കംപ്ലീറ്റ് ആക്സസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് അത് മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ്. ട്രംപ് ആണെങ്കിൽ പെട്ടെന്നൊരു സർപ്രൈസ് പോലെ ഇന്ത്യയുടെ 50% താരിഫ് ഞാൻ എടുത്ത് മാറ്റാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം. കാരണം ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തിന് മുമ്പ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി എന്നെ വിളിച്ചിട്ടുണ്ട്, അതായത് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു നെക്സ്റ്റ് ഇയറിൽ 2026 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ട്രേഡ് വോളിമിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രംപിന്റെ വിഷയമാണ്, അതുകൊണ്ട് നമ്മളത് പ്രൈമറിലി അതിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പ്രാവർത്തികമാകട്ടെ, അതിനനുസരിച്ച് നമുക്ക് ഈ വിഷയത്തിൽ ഒരു വിലയിരുത്തൽ നടത്താം. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡിസംബറിൽ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിസിറ്റും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് ട്രംപിന്റെ വിഷയത്തിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പം അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റലിയിലെ പാസ്തയുടെ മേളിൽ 107% താരിഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്രംപ് പുതുതായിട്ട്, ഇറ്റലിയിൽ നിന്ന് വരുന്ന പാസ്തയ്ക്ക്. അത് ഇനിയിപ്പം അമേരിക്കയുടെ ഉള്ളിൽ പാസ്ത മാനുഫാക്ചറിങ് ചെയ്യുന്ന ലോക്കൽ മാനുഫാക്ചറേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമുക്കറിയില്ല. ഇനി ഇതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അറിയില്ല, റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പാസ്തയുടെ മേളിൽ 107% താരിഫ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നൈജീരിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 84 ക്രിസ്ത്യൻ തടവുകാരെ ഈ ബൊക്കോ തീവ്രവാദികളുടെ കയ്യിൽ നിന്നും നൈജീരിയൻ ഗവൺമെന്റ് റെസ്ക്യൂ ചെയ്തതായിട്ട് അവർ അമേരിക്കയെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അമേരിക്കയെ വിളിച്ചറിയിക്കാനുള്ള കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്തു എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ തീവ്രവാദികളുടെ സ്ഥലങ്ങളിലൊക്കെ പോയി ആക്രമണങ്ങൾ നടത്തി അവിടെയൊക്കെ പല സ്ഥലങ്ങളും ആക്രമണം നടത്തി നശിപ്പിച്ചതായിട്ടുള്ള വീഡിയോ ഫുട്ടേജ് സഹിതം അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ നൈജീരിയൻ ഗവൺമെന്റ് നൈജീരിയയുടെ ഉള്ളിലേക്ക് കടന്നു കയറുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ തട്ടിക്കൂട്ടി ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അയച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം 84 പേരല്ല, അവിടെ നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഈ ഒരു ചെറിയ ഡ്രാമ വെച്ചിട്ട് ഈ ഒരു വിഷയത്തിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നൈജീരിയ അങ്ങനെ അമേരിക്കയെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തായ്ലാന്റിനും കംബോഡിയയ്ക്കും ഇടയിൽ സമാധാന ചർച്ച നിലവിൽ വന്നെന്നും ട്രംപാണ് സമാധാനം നടപ്പിലാക്കിയതെന്നുള്ള വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇപ്പോൾ തായ്ലാന്റും കംബോഡിയയും വീണ്ടും പ്രശ്നം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായി. 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ആകാശത്ത് നോക്കിയാണോ അല്ലെങ്കിൽ നേർക്ക് നേരാണെന്നുള്ളതിന്റെ അവ്യക്തത മാത്രമേ അതിനകത്തുള്ളൂ. അന്ന് തായ്ലാന്റും കംബോഡിയയും നടത്തിയ ആക്രമണത്തിൽ ആദ്യമേ ഒരു ഇഷ്യൂ സ്റ്റാർട്ടാകുന്നത് മൈൻ പൊട്ടിത്തെറിച്ച് തായ്ലാന്റ് പൗരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ അതിലേക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ തായ്ലാന്റ് സർക്കാർ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇതിന്റെ ശരിയായ കാരണം എന്താണ്, ശരിക്കും മൈൻ പൊട്ടിത്തെറിച്ച് തന്നെയാണോ അവർ കൊല്ലപ്പെട്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആക്രമണങ്ങളാണോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ അവരിപ്പം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഏത് അവസ്ഥയിൽ എത്തിപ്പെടുന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ട്രംപിന്റെ ഒരു നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് നടത്തിയ സമാധാനം ഇപ്പോൾ അതാ അടുത്ത് യുദ്ധത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഒരു ദാരുണ സംഭവം, ഈ ദാരുണ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഹിംഗ്യൻ അഭയാർത്ഥികൾ മലേഷ്യയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ശരിക്കും പറഞ്ഞാൽ സൗത്ത് ചൈന സീയുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിൽ മൊത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ടൈഫൂൺ ചുഴലിക്കാറ്റുകളായിരുന്നു. ഈ ചുഴലിയിൽപ്പെട്ട് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം 350-ലധികം ആൾക്കാർ ഒരു ബോട്ടിൽ മ്യാൻമറിൽ നിന്ന് മലേഷ്യയിലോട്ട് യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഈ ചുഴലിക്കാറ്റിൽ പെടുകയും ഈ ബോട്ട് മറിയുകയും അതിൽ നിന്ന് ആകെ കൂടി ഏതാണ്ട് 13 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള മൊത്തം ആൾക്കാരെയും കാണാനില്ല എന്നുള്ളതാണ് വാർത്ത. ഇപ്പൊ ഇതിനകത്ത് ഈ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. അടുത്ത അഭയാർത്ഥി പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ജർമ്മനി ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാന്റെ പൗരന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ 170-80ഓളം ഫാമിലി ജർമ്മനിയുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ജർമ്മനി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെർസ് ഫ്രെഡറിക് ആണ് പറയുന്നത്, ഈ റെഫ്യൂജികളെ നമ്മൾ അവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കണം, വേണമെങ്കിൽ കുറച്ച് ഫണ്ട് എന്തെങ്കിലും കൊടുത്തയക്കണമെങ്കിൽ കൊടുത്തയക്കാം, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്ത് അവരെ അവരുടെ രാജ്യത്ത് തന്നെ റീസെറ്റിൽമെന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഈ അഭയാർത്ഥികൾ ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ അഭയാർത്ഥികൾ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാനികൾ മാത്രമല്ല കുറച്ച് പാകിസ്ഥാനികളും ഉണ്ട്. അപ്പം ഇവരിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കോടതിയെ സമീപിച്ചെന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഇങ്ങനൊരു ലോ ഇല്ല, ഇത് തികച്ചും ആന്റി ഹ്യൂമാനിറ്റേറിയൻ എന്നുള്ള രീതിയിലാണ് ഇത് വരുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ആരുടെയും ജീവന് ഭീഷണിയല്ല,
അപ്പം അങ്ങനെ ഒരാൾ ജീവന് ഭീഷണിയാണ്, അതായത് മറ്റൊരു പൗരന് ജീവന് ഭീഷണിയാണെന്ന് കരുതുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെ മാത്രമേ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ജർമ്മനിയുടെ പോളിസി എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ലോ എടുത്ത് വെച്ചുകൊണ്ടാണ്, ആ ഒരു ലൂപ്പ് ഹോൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അഭയാർത്ഥികളായിട്ടുള്ള ഈ പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളും ജർമ്മനിയിലെ കോടതി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം സർക്കാർ എടുക്കാനിരുന്ന തീരുമാനം ഇപ്പം നിലവിൽ ഉടനെ എടുക്കാൻ പറ്റില്ല, അതിപ്പോൾ കോടതി സ്റ്റേ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രയൽ കോടതിയിൽ നടക്കും, എന്നിട്ട് കോടതി തീരുമാനിക്കും ഇവരുടെ മേളിൽ എന്ത് നടപടി എടുക്കണം എന്നുള്ളത്. ഇപ്പൊ ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. ജുലാജിനി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇത് ഉക്രൈനിലെ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ് ജുലാജിനി. ഈ ജുലാജിനി ശരിക്കും സെലൻസ്കിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, സുഹൃത്താണ്. ഇയാളെ ഇപ്പൊ കാണാനില്ല, ഇയാൾ റൺ അവേ ആണ്. ഇയാൾ ഒളിച്ചോടാനുള്ള കാരണം വെച്ചാൽ കറപ്ഷനാണ്. കറപ്ഷന്റെ പേരിലാണ് ഇയാൾ ഒളിച്ചോടിയിരിക്കുന്നത്. ജർമ്മനിയിലെ ഉക്രൈനിലെ ആന്റി കറപ്ഷൻ വിങ് ഇയാൾ അന്വേഷിച്ച് എത്തുന്ന സമയത്ത് ഇയാൾ എസ്കേപ്പ് ആയിരിക്കുകയാണ്. അതായത് കോടിക്കണക്കിന് പൈസ മോട്ടിച്ചിട്ടാണ് ഇയാൾ എസ്കേപ്പ് ആയിരിക്കുന്നത്. ഇതിന് സെലൻസ്കിക്കും കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് ഇപ്പം അവിടെ നിന്ന് വരുന്ന ആരോപണം. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം സെലൻസ്കിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അറിയാം സെലൻസ്കി കറപ്റ്റഡ് ആണെന്നുള്ളത്. ആ സാഹചര്യമാണ് ഇപ്പം ഉക്രൈനിൽ നിലനിൽക്കുന്നത്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ റഷ്യ ഉക്രൈൻ ബോർഡർ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ നല്ല മഞ്ഞ് വീഴ്ചയാണ്. ഈ മഞ്ഞ് വീഴ്ചയിൽ ഫ്രണ്ട് ലൈൻ കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. കാരണം ഈ മഞ്ഞ് വീഴ്ച കൊണ്ട് അത്ര എളുപ്പത്തിൽ ഈ ചതുപ്പ് പ്രദേശത്ത് അങ്ങനെ നീങ്ങി പോകാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും പോക്രോവസ്ക്, ആ ഒരു മിൻഹാൻഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ റഷ്യ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ കുറച്ച് സ്ലോ മൂവിങ് നടത്താനാണ് സാധ്യത. അതായത് ഇനിയൊരു 2-3 മാസത്തേക്ക് കുറച്ച് സ്ലോ മൂവിങ് ആയിരിക്കും. പക്ഷെ അതേസമയം ആക്രമണങ്ങൾ ശക്തമായിട്ട് നടത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നലെയും ഉക്രൈൻ്റെ ഉള്ളിലേക്ക് റഷ്യ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിയത്. ഉക്രൈൻ്റെ ഉള്ളിൽ കറണ്ട് ഇല്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് റഷ്യ ഏറ്റവും കൂടുതൽ പവർ ഗ്രിഡുകൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയത് കൊണ്ടാണ് പവർ സപ്ലൈ ഇല്ലാത്തത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ വേറൊരു വിഷയം നടക്കുന്നുണ്ട്. ഉക്രൈനിലെ സെലൻസ്കിയുടെ ഒരു തട്ടിപ്പും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഉക്രൈനിലെ ആന്റി കറപ്ഷൻ ബ്യൂറോ, ഈ ആന്റി കറപ്ഷൻ ബ്യൂറോയുമായിട്ട് ബന്ധപ്പെട്ട് സെലൻസ്കി 1.5 മാസങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ്റെ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചായിരുന്നു. ആ നിയമം എന്ന് പറഞ്ഞാൽ ആന്റി കറപ്ഷൻ ബ്യൂറോയെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റിയാണ് ഈ ആന്റി കറപ്ഷൻ ബ്യൂറോ. NABU എന്നാണ് വിളിക്കുന്നത്. ഈ NABUവിന്റെ തലപ്പത്ത് ഇരിക്കുന്നത് ശരിക്കും സെലൻസ്കിയുടെ ഒരു ബിസിനസ് പാർട്ണർ കൂടിയാണ്. ഒന്നെങ്കിൽ NABU എന്ന് പറഞ്ഞ ഉക്രൈന്റെ ആന്റി കറപ്ഷൻ ബ്യൂറോയെ ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരണം, അല്ലാന്നുണ്ടെങ്കിൽ സെലൻസ്കിക്ക് വേണ്ടപ്പെട്ട ഒരാളെ അവിടെ ഇരുത്തിക്കൊണ്ട് സെലൻസ്കിയുടെ ഭാഗം ക്ലിയർ ചെയ്യണം. കാരണം സെലൻസ്കി എന്തെങ്കിലും ഉടായ്പ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സെലൻസ്കിയുടെ ഫ്രണ്ടാണ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു നടപടി സെലൻസ്കിക്കെതിരെ ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ ഈ കറപ്ഷന്റെ പേരും പറഞ്ഞ് സെലൻസ്കിയുടെ പേര് അവിടെ ടാർണിഷ് ചെയ്യപ്പെടില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് എടുത്തുകൊണ്ടാണ് സെലൻസ്കി മുന്നോട്ട് നീങ്ങിയത്. അപ്പൊ ഈ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ തലപ്പത്തിരുന്ന ഈ സെലൻസ്കിയുടെ ഫ്രണ്ട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഉക്രൈനിലെ ആന്റി കറപ്ഷൻ ബ്യൂറോ സെലൻസ്കിയുടെ ഈ ഒരു ഫ്രണ്ടിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് കൃത്യമായിട്ട് അവർ ഏതാണ്ട് 1500ഓളം ഇയാളുടെ ടെലിഫോൺ കോളുകൾ ട്രാക്ക് ചെയ്ത് അങ്ങനെ ഒരു കണ്ടെത്തലിൽ എത്തിയതാണ്. ഇയാളുടെ മേളിലാണ് ഫൈൻഡിങ്സ് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇവരെന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, ഈ പവർ സപ്ലൈ സ്വമേധയാ കട്ടാക്കുക, എന്നിട്ട് ജനങ്ങൾ വന്നിട്ട് അന്വേഷിക്കും ഞങ്ങളുടെ ഏരിയയിൽ കറണ്ട് ഇല്ല, ഞങ്ങളുടെ ഏരിയയിൽ സപ്ലൈ ഇല്ല, എനർജി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ അവരുടെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ട് അവരുടെ ഏരിയകളിലേക്കും അവരുടെ ഏരിയകളിലേക്കും അവരുടെ യൂണിറ്റുകളിലേക്കും എല്ലാം തന്നെയാണ് ഇവർ പവർ സപ്ലൈ ആക്ടിവേറ്റ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പർപ്പസ്ഫുള്ളി റഷ്യയുടെ പേരും പറഞ്ഞ് ഉക്രൈൻ്റെ ഉള്ളിൽ സ്വമേധയാ ഇവർ പവർ കട്ട് ചെയ്യുകയാണ്. ഇവർ ലോഡ് ഷെഡിങ് പോലെ ഇവർ പവർ കട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് അത് അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും റഷ്യയുടെ പേരിൽ ആരോപണം, റഷ്യ അറ്റാക്ക് ചെയ്തതിന്റെ പേരിലാണ് കറണ്ട് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കാശ് മേടിക്കുകയാണ്. ഇപ്പം ചിലർ ഹൗസിംഗ് റെസിഡൻഷ്യൽ കോളനി ആയിട്ട് ആൾക്കാർ വന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ചിലർ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളുടെ ആൾക്കാർ വന്ന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള വില അത് നിശ്ചയിച്ച് ഇവർ വാങ്ങിക്കുകയാണ്. അപ്പം ഇങ്ങനെ ടെലിഫോൺ കോളും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്ത് ഇയാളുടെ മേലിലുള്ള കുറ്റങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇയാൾ മുങ്ങിയത് തീർച്ചയായിട്ടും സെലൻസ്കി അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ NABU കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് സെലൻസ്കിയുടെ പേരിൽ ഒരു ആരോപണം, അതേപോലെ ഈ കറപ്ഷന്റെ ഈ ഒരു ചാർജ് ശക്തിപ്പെടുകയാണ് ഉക്രൈനിൽ. പിന്നെ സെലൻസ്കി ഇതിനെ അമേരിക്കയുടെ മേളിലേക്ക് ചാർത്തി വെക്കാനും, അമേരിക്ക കളിക്കുന്ന ഒരു ഇരട്ടത്താപ്പാണ്, സെലൻസ്കിയെ ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇറക്കി വിടുന്ന ഒരു സ്റ്റണ്ട് സ്റ്റോറിയാണ് എന്നാണ് സെലൻസ്കി ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അമേരിക്കയുടെ ടോമോഹോക്സ് മിസൈൽസ് ഞങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാളും ഫ്ലമിംഗോ മിസൈൽസ് ഉണ്ട്, അതിനേക്കാളും ലോങ് റേഞ്ച് ആണ്, 1500 കിലോമീറ്റർ ഒക്കെ പോകുന്ന രീതിയിലുള്ള മിസൈൽ ഞങ്ങളുടെ അടുത്തുണ്ട്, അതിനേക്കാളും ടെക്നോളജി ആർജിച്ചിരിക്കുന്നു എന്നാണ് സെലൻസ്കിയുടെ വാദം. അപ്പം ടോമോഹോക്സ് മിസൈലിന്റെ ആ ഒരു റിക്വസ്റ്റും അഭ്യർത്ഥനയും കരച്ചിലും എല്ലാം അവിടെ തീർന്നു. ഇനിയിപ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് 27 പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം, എയർ ഡിഫൻസ് സിസ്റ്റം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് 27 സ്ഥലങ്ങളിൽ ഈ പാട്രിയോട്ട് മിസൈലിന്റെ ആ ഒരു ഷോർട്ടേജ് ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റഷ്യൻ മിസൈലുകളെ വളരെ ഈസി ആയിട്ട് ചേർത്ത് തോൽപ്പിക്കാൻ കഴിയുമെന്നാണ് സെലൻസ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ അമേരിക്കയുടെ പേരും പറഞ്ഞ് സ്വന്തം കറപ്ഷൻ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും മറ്റൊരു സൈഡിൽ
പാട്രിയോട്ട് മിസൈൽ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ഇതിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.